ഹായ് മക്കളെ, അങ്ങനെ നീറ്റ് എക്സാം കഴിഞ്ഞു. ഒരുപാട് കുട്ടികൾ അത്യാവശ്യം നന്നായിട്ട് പാനിക്ഡ് ആണ്. കാരണം എക്സാം അത്യാവശ്യം ടഫായിരുന്നു. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല രീതിയിൽ തന്നെ ടഫാണ്. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മാർക്കൊക്കെ കുറയുമോ എന്നുള്ള പേടിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു 2016-18 കാലത്തുള്ള നീറ്റ് എക്സാം പോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി ബയോളജി അത്യാവശ്യമൊക്കെ സിമ്പിൾ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇവൻ ഔട്ട് ഓഫ് സിലബസ് വന്നിട്ടുണ്ട്. NCERT-യിൽ ഒട്ടും ചോദിക്കപ്പെടാത്ത ഏരിയകളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ. ആൻഡ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഈവൻ കേരളത്തിലെ ടീച്ചേഴ്സിന് പോലും ആൻസേഴ്സ് ചെയ്യാൻ പറ്റാത്ത, ടീച്ചേഴ്സിന് 2-3 മിനിറ്റ് ഇരുന്നിട്ട് പോലും ആൻസേഴ്സ് കിട്ടാത്ത രീതിയിലുള്ള ജെയ്യേക്കാൾ ടഫായിട്ടുള്ള അത്യാവശ്യം നല്ല ലെവലിലുള്ള പരീക്ഷയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് താഴാനുള്ള സാധ്യതയുണ്ട്. ഒരു 560, 570 കട്ട് ഓഫ് മിനിമം താഴാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട, നിങ്ങളുടെ റാങ്കിനെ ഇതൊട്ടും ബാധിക്കാൻ പോകുന്നില്ല. മാർക്ക് കുറയായിരിക്കും. അപ്പോൾ ഒന്നും പേടിക്കേണ്ട. നമുക്ക് കുറച്ചുകൂടെ കൃത്യമായ ഡാറ്റ കുറച്ച് സമയം കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്കെല്ലാം നല്ലൊരു റാങ്ക് എന്തായാലും ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്.